നമസ്കാരം. ആർട്ടിക്കിൾ 19ലേക്ക് സ്വാഗതം. ഇന്ന് അതിഥിയായി എത്തുന്നത് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയാണ്. സ്വാഗതം ആർഷോ. നമസ്കാരം. വലിയ സമരമൊക്കെ നടത്തി സമരനായകനായിരിക്കുകയാണല്ലോ. എന്തായിരുന്നു സമരത്തിന്റെ ഉദ്ദേശം? ഗവർണറുമായിട്ടുള്ള പ്രശ്നം എന്താണ് SFIയുടെ? അല്ല, നിലവിൽ നമുക്കറിയാം, ഇന്ത്യയിൽ 2014 ശേഷം ഇങ്ങോട്ട് നിരന്തരം പ്രധാനപ്പെട്ട സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർവകലാശാലകളെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള RSSൻ്റെ വളരെ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ നമ്മുടെ ക്യാമ്പസുകൾ തിരിച്ച് നല്ല നിലയിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ആരംഭിച്ച് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഈ ക്യാമ്പസുകൾക്കകത്തൊക്കെ വലിയ വിദ്യാർത്ഥി പ്രതിരോധം ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും സർവകലാശാലകളെ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാട് തന്നെ വിദ്യാർത്ഥി സമൂഹവും അക്കാദമിക സമൂഹവും എടുക്കുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് സംഘപരിവാർ അനുഭാവികളെ, സംഘപരിവാറിൻ്റെ നേതൃത്വത്തെയൊക്കെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് നിലവിൽ കേരളത്തിലെ 2 സർവകലാശാലകളിൽ, കേരള സർവകലാശാലയിലും അതേപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെയും ഭരണസമിതിയിലേക്ക്, സെനറ്റിലേക്ക് സംഘപരിവാറുകാർ, ഒരു പറ്റം സംഘപരിവാറുകാർ ഒരു ചട്ടവും മാനദണ്ഡവും പാലിക്കാതെ നിലവിൽ സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനും അതേപോലെ തന്നെ സംസ്ഥാനത്തെ BJP നേതൃത്വവും ഗൂഢാലോചന നടത്തി തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിലാണ് SFI വലിയ സമരപ്രഖ്യാപനം നടത്തി സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോപണമല്ലേ BJP ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് അല്ലെങ്കിൽ BJP നേതൃത്വം നൽകിയ ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ആരോപണമല്ലേ? ഞങ്ങളിതിൻ്റെ ആരംഭഘട്ടത്തിൽ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം എവിടെ നിന്ന് ചാൻസലർക്ക് ഈ ലിസ്റ്റ് കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു. സാധാരണ മുൻകാലങ്ങളിലൊക്കെ നടന്നിരുന്നത് ഈ സെനറ്റ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് സർവകലാശാലയോട് ഗവർണർ ലിസ്റ്റ് ആവശ്യപ്പെടുകയും ഒന്നിലധികം ആളുകളുടെ, ഇപ്പോൾ ഓരോ മണ്ഡലത്തിലേക്കും ഒന്നിലധികം ആളുകളുടെ ലിസ്റ്റ് പരിഗണിക്കാൻ കഴിയുന്ന യോഗ്യരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് സർവകലാശാല വൈസ് ചാൻസലർമാർ ചാൻസലർക്ക് കൈമാറുകയും അതിൽ നിന്നും ചാൻസലർ അപ്പോയിൻ്റ് ചെയ്യുന്ന നിലയാണ് തുടർന്ന് വന്നിരുന്നത്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത്, സർവകലാശാല കൊടുത്തിട്ടുള്ള ലിസ്റ്റല്ല ഇത്. ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് അത്രയും RSSൻ്റെ നേതൃത്വമാണ്, ABVP നേതാക്കന്മാരാണ്. ഈ ലിസ്റ്റ് ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യം ഞങ്ങൾ ആവർത്തിച്ചുയർത്തുന്നുണ്ട്. മാധ്യമങ്ങൾ ഈ ചോദ്യം ഉയർത്തിയ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചാണ് അദ്ദേഹം പോയിട്ടുള്ളത്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നോമിനേറ്റ് ചെയ്ത 4 ABVP നേതാക്കന്മാരെ നിലവിൽ ഹൈക്കോടതി അവരുടെ നോമിനേഷൻ സ്റ്റേ ചെയ്യുന്നടക്കം നിലയുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു ആരോപണമല്ല, ഇത് കാണുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. ഈ ചാൻസലറുടേതായ അധികാരമില്ലേ? അപ്പോൾ ചാൻസലറുടെ അധികാരം ഉപയോഗിച്ചൂടെ? ചാൻസലറുടെ അധികാരം ഉപയോഗിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് വേറെ എതിർപ്പൊന്നുമില്ല. എന്നാൽ നിലവിൽ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഈ 4 നോമിനേഷനുകൾ സ്റ്റേ ചെയ്ത സാഹചര്യമുണ്ട്. ഈ 4 നോമിനേഷൻ സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നോമിനേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആരായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അക്കാദമികപരമായ മികച്ച ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചവർ ആർട്സുമായി ബന്ധപ്പെട്ട് മികവ് പുലർത്തിയിട്ടുള്ള ആളായിരിക്കണം, സ്പോർട്സുമായി ബന്ധപ്പെട്ട് മികവ് പുലർത്തിയിട്ടുള്ള ആളായിരിക്കണം. സർവകലാശാല നൽകിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിനെയാണ്. 1ാം റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിയെ സർവകലാശാല നിർദ്ദേശിക്കുന്ന ഘട്ടത്തിൽ അത് മാറ്റി നിർത്തി ഗവർണർ നിയമിക്കുന്ന ABVP നേതാവ് ഇതുവരെ റിസൾട്ട് വരാത്ത ആൾ, വന്ന റിസൾട്ടിൽ B ഗ്രേഡും C ഗ്രേഡുമുള്ള ആൾ, അതുപോലെ തന്നെ കലാപ്രതിഭയെ സർവകലാശാല നിർദ്ദേശിക്കുമ്പോൾ അതിനെ മറികടന്ന് കലോത്സവം നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ പരിസരത്ത് കൂടെ പോയിട്ടുള്ള ആളെ ചാൻസലർ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാൻസലറെ സംബന്ധിച്ച് അദ്ദേഹം കാണുന്ന ഏക യോഗ്യത RSSൻ്റെ രാഷ്ട്രീയം ഉണ്ടാകുക അല്ലെങ്കിൽ ABVP നേതാവായിരിക്കുക എന്നുള്ള യോഗ്യത മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് ഇദ്ദേഹം നിയമിക്കുന്നത് അത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിലവിൽ കോടതി ഉൾപ്പെടെ അതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ശരി, ഇപ്പോൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ഈ പ്രതിഷേധം ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അക്രമാസക്തമാകുന്നു? പ്രത്യേകിച്ചും ഈ ഗവർണറുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധത്തിൻ്റെ സമയമാണല്ലോ, നാട് മുഴുവൻ കരിങ്കൊടിയാണ്. അപ്പോൾ ഈ കരിങ്കൊടിയുമായി നിങ്ങൾ ചാടി വീഴുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു, വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ ശരിയാണോ? അല്ല, ഇതിനകത്ത് കരിങ്കൊടി പ്രതിഷേധം ശരിയല്ല എന്നുള്ളൊരു നിലപാട് ഞങ്ങൾക്കില്ല. കരിങ്കൊടി പ്രതിഷേധം ജനാധിപത്യ സമൂഹത്തിനകത്ത് തുടർന്നു പോരുന്ന, ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു സമരരീതിയാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളൊരു വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അപകടകരമായൊരു നിലയിലേക്ക് സമരത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടോ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങേറ്റം ജനാധിപത്യപരമായി സമാധാനപരമായിട്ടാണ് ഞങ്ങളുടെ സമരം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സമാധാനപരമായി മുന്നോട്ട് പോകുമ്പോഴും ഏറ്റവും ശക്തമായി തീഷ്ണമായി ഞങ്ങളുടെ സമരത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നല്ല ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കാലിക്കറ്റിൽ 3 ദിവസം ചെറിയ ചില്ലറ പ്രകോപനമല്ല ഞങ്ങൾക്ക് നേരെ ഉണ്ടായത്. ആവർത്തിച്ച് ഞങ്ങളെ അശ്ലീല പദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നതിന് വേണ്ടി അടക്കം അദ്ദേഹം തുനിഞ്ഞു.
റോഡിലേക്ക് ഇറങ്ങി അടക്കം പല നിലയ്ക്ക് പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഒരാൾ പോലും അതിനകത്ത് പ്രകോപിതനാകുന്ന സാഹചര്യം ഉണ്ടായില്ല. ചാൻസലറുടെ ദേഹത്ത് ഒരു പേപ്പർ കഷ്ണം പോലും ആരും വലിച്ചെറിയുന്ന നിലയുണ്ടായിട്ടില്ല. അപ്പോൾ സമാധാനപരമായി അച്ചടക്കത്തോടുകൂടെ ഏറ്റവും തീക്ഷ്ണമായി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജനാധിപത്യ മാർഗം ഇട്ടുകൊണ്ട് സമരം മുന്നോട്ട് പോകും. ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെയാണ് SFIയുടെ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തന്നെ ഗവർണർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രിമിനൽ ആക്ടിവിറ്റീസ് നിങ്ങൾ നടത്തുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിനു മുൻപ് അദ്ദേഹം ഗുണ്ടയെന്നും ക്രിമിനലെന്നും ആക്ഷേപിച്ചത് ഒന്ന് ഇർഫാൻ ഹബീബിനെയായിരുന്നു, അതേപോലെ തന്നെ ഗോപിനാഥ് രവീന്ദ്രനെയായിരുന്നു. ഈ ആളുകളുടെ പട്ടികയിലേക്ക് ഞങ്ങളെയും ചേർക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുള്ളൂ. അപ്പോൾ അദ്ദേഹം അത് തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് ഞങ്ങളുടെ പ്രതിഷേധവും സമരവും ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങൾ എന്താണ് ഈ ബാനറുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായ പ്രശ്നം? അല്ല, സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ക്യാമ്പസിനകത്ത് വിവിധ ചുമരെഴുത്തുകൾ ഉണ്ടായിരുന്നു, ബാനറുകൾ, പോസ്റ്ററുകളൊക്കെ. ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യം അടങ്ങിയിട്ടുള്ള ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ചാൻസലറോട് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളടങ്ങിയ വിവിധ ബാനറുകളും പ്രചരണ സാമഗ്രികളൊക്കെ സമരവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ അത് വല്ലാതെ പ്രകോപിപ്പിച്ചു. സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്നുള്ളതായിരുന്നു ഒരു ബാനറിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം സംഘപരിവാറുകാരനാണ് എന്ന് അഭിമാനിക്കുന്ന അദ്ദേഹത്തിന് അത് വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന നിലയുണ്ടായി. അദ്ദേഹം പ്രകോപിതനായി പലയാവർത്തി അദ്ദേഹം അത് അഴിച്ചു മാറ്റണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്വമല്ല അത്. അതെന്ന് വെച്ചാൽ അവർ അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ചുമതല. ഈ ബാനറുകൾ അദ്ദേഹത്തിന് ഒരു സുരക്ഷാ ഭീഷണിയും ഒരുക്കുന്നവയായിരുന്നില്ല. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും മലപ്പുറം SP ഉൾപ്പെടെയുള്ള ആളുകളെ നേരത്തെ ഞങ്ങളെ ഗുണ്ടാന്ന് വിളിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ അടക്കം ആക്ഷേപിക്കുന്ന നിലയിലേക്ക്, തെരുവിളിക്കുന്ന നിലയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തൊടുന്ന നിലയിലേക്കൊക്കെ ചാൻസലർ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ ഉദ്യോഗസ്ഥരാണ്. ഒരു പരിധിക്കപ്പുറം സംസ്ഥാന ഭരണതലവൻ ഭീഷണിപ്പെടുത്തുമ്പോൾ അവർക്ക് അതിനകത്ത് വഴങ്ങാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പം അങ്ങനെ ഭീഷണിപ്പെടുത്തി തൻ്റെ അധികാരം ദുർവിനിയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഞങ്ങളുടെ ബാനറുകൾ നീക്കം ചെയ്യിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ, കൂടുതൽ കരുത്തോടെ, കൂടുതൽ ഉയരത്തിൽ ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മറുപടി. അദ്ദേഹം ഉദ്ദേശിച്ച് ചിലപ്പോൾ ഞങ്ങൾ അതിൽ പ്രകോപിതരാകുമെന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ പ്രകോപിതരാകാൻ ഒരുക്കായിരുന്നില്ല. കാരണം ഞങ്ങളുടെ സമരത്തിൻ്റെ മെറിറ്റ് പോകാൻ വേണ്ടി പാടില്ല. ആ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളിൽ നിന്നും ചർച്ച വഴിമാറി പോകരുത് എന്ന് ഞങ്ങൾക്ക് കർശനമായിട്ടുള്ള ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം 3 ബാനറുകൾ നീക്കം ചെയ്തു. ഞങ്ങൾ 300-ന് മുകളിൽ ബാനറുകൾ ക്യാമ്പസിൽ ഉയർത്തി. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മാത്രമായിരുന്നു ആദ്യം ബാനർ ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകൾക്കകത്തും ബാനറുകളും സമരമുദ്രാവാക്യങ്ങളും ഉയർന്നു. തെരുവുകളിലടക്കം യുവജന സംഘടനകളടക്കം DYFI അടക്കം തെരുവുകളിലേക്ക് ആ ബാനറുകൾ വ്യാപിപ്പിച്ചു. കേരളം മുഴുവൻ ആ ബാനറുകളും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ഉയർന്നു. SFIയും ചാൻസലറും തമ്മിലാണ് തുടങ്ങിയത് എങ്കിൽ പിന്നീട് RSSും കേരളവും എന്ന നറേറ്റീവിലേക്ക് സമരം എത്തുന്ന നിലയുണ്ടായി. ഇന്നിപ്പോൾ ഈ ഘട്ടം എത്തുമ്പോഴേക്കും സമരം ആ നിലയിൽ തന്നെ RSSും RSSന് വിധേയപ്പെടാത്ത കേരളവും തമ്മിലുള്ള സമരമായി മാറുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഗവർണർക്ക് എന്താണ് SFIയോട് ഇത്ര വിരോധം? അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കൊക്കെ ധാരണയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്നുള്ളത്. ഓരോ ഘട്ടത്തിലും അധികാരം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയ കാലത്ത് 8 രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യയിൽ മറ്റാരും ഉണ്ടാവുമെന്ന് കരുതില്ല, ഇന്ത്യയിലോ ലോകത്തോ ഒരാളും ഉണ്ടാവില്ല, 8 രാഷ്ട്രീയ പാർട്ടികളിലൂടെ സഞ്ചരിച്ചാണ് അദ്ദേഹം നിലവിൽ ഏറ്റവും ഒടുവിൽ BJPയുടെ കൂടാരത്തിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് 2 ഘട്ടത്തിലാണ് വല്ലാതെ, അപ്പോൾ അദ്ദേഹത്തിന് ഉദ്ദേശം ഉണ്ടോ എന്നറിയില്ല, എന്നാൽ നമ്മൾ വല്ലാതെ ഇദ്ദേഹം പ്രകോപിതനാകുന്ന അല്ലെങ്കിൽ ഈ നിലക്ക് നിലവിട്ടിടപെടുന്നത് നമ്മൾ 2 തവണയെ കണ്ടിട്ടുള്ളത്. ഒന്ന്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന കുറച്ച് മാസങ്ങളിൽ നിലവിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കാൻ വേണ്ടി പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലാവധി 8 മാസം മാത്രമേ അവശേഷിക്കുന്ന സാഹചര്യമുള്ളൂ. അപ്പോൾ വീണ്ടും ഈ നിലയിൽ പ്രകോപിതനായി ഇങ്ങനെ നടക്കുന്നതിനകത്ത് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ധാരണയില്ല. അഗ്രഹീയ ആളുകൾക്ക് സംശയിച്ചേക്കാം. അല്ല, അദ്ദേഹത്തിന് ഉദ്ദേശം ഉണ്ടാവും, അദ്ദേഹത്തിന് ഉദ്ദേശം എന്തോ അത് നടക്കട്ടെ, അതിനകത്ത് നമുക്ക് തർക്കമല്ല. എന്നാൽ ഈ നിലവിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് RSSൻ്റെ വളരെ വിശാലമായിട്ടുള്ള പദ്ധതിയാണ്, വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഇടപെടുക എന്നുള്ളത്. ആ പദ്ധതിയുടെ നടത്തിപ്പുകാരനായി RSSൻ്റെ ഏജൻ്റായിട്ട് സർവകലാശാലകളുടെ ചാൻസലർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ സെനറ്റിൽ ആരംഭിച്ചു. അപ്പോൾ കേരള സർവകലാശാല സെനറ്റിലേക്ക് 15 RSSകാർ വരികയാണ്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് 9 RSSകാർ വരികയാണ്. RSSനെ സംബന്ധിച്ച് ഇന്നോളം
കേരളത്തിലെ ഒരു സർവകലാശാലകളുടെയും സെനറ്റ് ഉൾപ്പെടെയുള്ള ബോഡികളിലേക്ക് രണ്ട് തരത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒന്ന് ജനാധിപത്യപരമായി ഇലക്റ്റഡ് ആയിട്ട് വരിക, അല്ലെങ്കിൽ നോമിനേഷൻ. ഇങ്ങനെ ഒരു തരത്തിലും സർവകലാശാലകളുടെ ഭരണസമിതികൾക്കകത്തേക്ക് കടക്കുന്നതിന് വേണ്ടി അക്കാദമിക ലോകം അനുവദിച്ചിരുന്നില്ല RSSനെ. ഇപ്പോൾ ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് സെനറ്റിലേക്ക് ഒളിച്ചു കടത്തിയത് നാളെ ഈ സെനറ്റ് അംഗങ്ങളെ വെച്ച് 1-2 സിൻഡിക്കേറ്റ് മെമ്പർമാരെ സർവകലാശാലയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. പിന്നീട് മറ്റ് അക്കാദമിക ബോഡികളിലേക്ക് എത്തിച്ച് RSSന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ഇടങ്ങളാക്കി സർവകലാശാലകളെ മാറ്റുക എന്നുള്ള RSS പദ്ധതിയുടെ വളരെ വിശാലമായിട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ ആദ്യ ഘട്ടമാണ്, ആദ്യ ചുവടാണ് നിലവിൽ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ആരംഭഘട്ടത്തിൽ ചെറുത്തോൽപ്പിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ ആവശ്യമാണ്, നാടിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ആ ഉത്തരവാദിത്തമാണ് നിലവിൽ SFI ഏറ്റെടുത്തിട്ടുള്ളത്. ABVP സെനറ്റിലേക്ക് വന്നാൽ എന്ത് കുഴപ്പം? ABVP ഉൾപ്പെടെ, ABVP മാത്രമല്ല, ABVP ഉൾപ്പെടെ RSS ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് NCERT പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകങ്ങൾക്കകത്തെ ഭേദഗതിയാണ്. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത്, സംഘപരിവാറിൻ്റെ അജണ്ട എന്നുള്ളത് ഒരു തർക്കവും വേണ്ട അവർക്ക് അനുകൂലമായ ഒരു ഇന്ത്യ ചരിത്രത്തെ നിർമ്മിച്ചെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RSSന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു പറ്റം മസ്തിഷ്കങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക, അതിനുള്ള ഉപാധി മാത്രമാക്കി ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ NCERT പാഠപുസ്തക പരിഷ്കരണത്തിനകത്ത് ഈ കഴിഞ്ഞ 98 വർഷക്കാലത്തെ RSSൻ്റെ ഇന്ത്യ ചരിത്രത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡോട് കൂടിയുള്ള ഇടപെടലുകളെ ഓരോന്നിനെയും പാഠപുസ്തകങ്ങളിൽ എടുത്തു മാറ്റുക. ഗാന്ധി വധത്തെക്കുറിച്ച്, ഗാന്ധിയെ കൊലപ്പെടുത്തിയ ഗോഡ്സെയെക്കുറിച്ച്, അല്ലെങ്കിൽ ഗാന്ധി വധത്തെ തുടർന്ന് RSSനെ ഇന്ത്യയിൽ നിരോധിച്ചതിനെക്കുറിച്ച് ഇനി ഇന്ത്യയിൽ വരുന്ന തലമുറ പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്, അങ്ങനെ രാജ്യത്ത് നടന്ന വിവിധ വംശഹത്യകളെക്കുറിച്ച് RSSന് ഇടപെടലുള്ള ഈ പറഞ്ഞ RSSൻ്റെ ഈ നെഗറ്റീവ് ഷെയ്ഡോട് കൂടിയുള്ള ഇടപെടലുകളെ മുഴുവൻ മാറ്റി, അവയെ മുഴുവൻ നീക്കി RSSന് അനുകൂലമായ പുതിയൊരു ഇന്ത്യ ചരിത്രത്തെ നിർമ്മിക്കുക, അത് നിർമ്മിച്ച് അത് പഠിപ്പിക്കുക എന്നുള്ള വലിയ, ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ച് പഠിക്കേണ്ടെന്ന് പറയാണ്, അപ്പോൾ സവർക്കറെ കുറിച്ച് പഠിച്ചാൽ മതി എന്ന് പറയാണ്. ആ നിലയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലക്കകത്ത്. സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ മേഖല, ഈ പറഞ്ഞ സർവകലാശാലകൾ, അവയുടെ ഭരണസമിതികൾക്കകത്തൊക്കെ ഈ നിലയിൽ ഒളിച്ചു കടത്തി ആളുകളെ എത്തിക്കുന്നത് നിഷ്കളങ്കമായിട്ടല്ല, അത് വലിയൊരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ആ പദ്ധതിയെ ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന നല്ല രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് SFI ഈ സമരം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദില്ലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈസ് ചാൻസലർമാരെ BJP, ഈ പറയുന്നത് പോലെ BJP അനുകൂല വൈസ് ചാൻസലർമാർ വരികയും അവിടെ ഒക്കെ തന്നെയും അതനുസരിച്ചുള്ള പാഠ്യപദ്ധതിയും അവിടെ അതനുസരിച്ചുള്ള ഇടപെടലുകളും VCമാർ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പലയിടങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായാണ് വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കുന്നത്. ആ സമാനമായ പാറ്റേൺ ആണോ കേരളത്തിൽ ചാൻസലർ ഉപയോഗിച്ചുകൊണ്ട്, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് BJP നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും അവർക്ക് മറ്റ് ഒരു തരത്തിലും കേരളത്തെ തൊടാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ തൊടാൻ വേണ്ടി കഴിയാത്ത നിലയിലുള്ള രാഷ്ട്രീയ പക്വത കേരളത്തിനുള്ളത് കൊണ്ടാണ് ഒടുവിലത്തെ അക്കൗണ്ടും ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കേരളത്തിലെ പൊതുസമൂഹം എടുത്തിട്ടുള്ളത്, കേരള ജനത എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ കെട്ടിയിറക്കപ്പെട്ടിട്ടുള്ള ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയും കേരളത്തിനകത്തേക്ക് ഈ പിൻവാതിലിലൂടെ കടന്ന് കേരളത്തെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർക്കറിയാം ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലേക്ക് അടുപ്പിക്കില്ല കേരളത്തിലെ മലയാളി എന്നുള്ള നല്ല ബോധ്യം RSSനുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ കേരളത്തെ പിടിക്കുന്നതിന് വേണ്ടി, കേരളത്തെ കീഴടക്കുന്നതിന് വേണ്ടി, കേരളത്തെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചെറുക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. കെ സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഇതിന് വളരെ ഗൗരവമാണ് നിലവിൽ കോൺഗ്രസും UDFും എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ്. ഇപ്പോൾ ഇതിൽ കാലിക്കറ്റിലാണ് ആദ്യം നോമിനേഷൻ നടക്കുന്നത്. കാലിക്കറ്റ് സെനറ്റ് നോമിനേഷൻ നടക്കുമ്പോൾ കാലിക്കറ്റിൽ 9 BJPക്കാരെയാണ് അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 7 UDFകാരെയും നോമിനേറ്റ് ചെയ്തു. അതായത് കുറച്ച് അവകാശം ഇട്ട് കൊടുത്തു, അവർ തൃപ്തരായി, അവർക്കത് മതി. ഇന്നലെ അദ്ദേഹം പറഞ്ഞതാണല്ലോ, കെ സുധാകരൻ പറഞ്ഞതാണല്ലോ, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ടോ, മറ്റെവിടെ RSS വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇതാണ് ഇവരുടെ നിലപാട്. ഈ നിലപാടാണ് ഇവർ സ്വീകരിക്കേണ്ടത്. RSSകാർ അല്ലെങ്കിൽ RSSൻ്റെ ആളുകൾ ഈ നിലയിൽ സർവകലാശാലകളുടെ അക്കാദമിക ബോഡികൾക്കകത്തേക്കും ഭരണ സംവിധാനങ്ങൾക്കകത്തേക്കും കടന്നു വരുന്നതിനെ ഗൗരവത്തോടെ കാണേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടിയല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്നാൽ അതിൽ നിന്ന് മാറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സംഘപരിവാറിൻ്റെ ഈ പദ്ധതി നടന്നുകൊള്ളട്ടെ, ഞങ്ങൾക്കിത് കുഴപ്പമില്ല, ഇതെന്ത് നടന്നാലും ഞങ്ങൾക്ക് കിട്ടാനുള്ളത്,
ഞങ്ങൾക്കിപ്പോൾ ഒരു 4-5 സെനറ്റ് കിട്ടിയാൽ അത് മതി. അതിന് ഇപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തി അപ്പക്കഷ്ണം ഇട്ട് കൊടുത്തിട്ടാണ് നേരെ കേരള സർവകലാശാലയിൽ പോയിട്ട് 15 പേരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. സോ ആയിട്ട് ഇത് കിട്ടിയ സ്ഥിതിക്ക് അവർക്ക് വേറെ അമർഷമല്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടിയിട്ടുണ്ടല്ലോ, ബാക്കി എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ കേരളം വേഴ്സസ് RSS എന്നുള്ള നിലയ്ക്ക് ഈ സമരം മാറുമ്പോൾ കേരളവും കേരള വിരുദ്ധരായിട്ടുള്ള സംഘപരിവാറിനെതിരെയും രണ്ട് ധ്രുവങ്ങളായിട്ട് ഈ സമരം മാറുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എവിടെയെന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ KPCCയുടെ പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്, ഈ പോരാട്ടത്തിൽ ഞങ്ങൾ RSSനോടൊപ്പമാണ്. ഈ പോരാട്ടത്തിൽ RSSന് കവചം തീർക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഉണ്ട് എന്ന നിലപാട് ഇപ്പോൾ ഇന്ന് രാവിലെ MM ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ, UDFൻ്റെ കൺവീനറും KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ RSSന് ഞങ്ങൾ കവചം തീർക്കും, അല്ലെങ്കിൽ കേരളം RSSനെ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ കേരളം RSSനോട് ചെറുത്ത് നിന്നാൽ RSSന് വേണ്ട പിന്തുണ കൊടുക്കുമെന്നുള്ള നിലപാട് നിലവിൽ കോൺഗ്രസും UDFും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരുത്തപ്പെടേണ്ടുന്ന നിലപാടാണ്. അത് തിരുത്തണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും. അങ്ങനെ ആകരുത് കോൺഗ്രസ് എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ അങ്ങനെ ആയേ തീരൂ ഞങ്ങൾക്ക് എന്നുള്ള നിലപാട് അവരെടുക്കുന്നു. പക്ഷേ ഈ ഇത്രയും വലിയ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഇതൊരു ഒരു രാഷ്ട്രീയ പുകമറ സൃഷ്ടിക്കലാണ് എന്ന തരത്തിൽ ഒരു ആക്ഷേപം UDF ക്യാമ്പിൽ നിന്നുണ്ടാകുന്നുണ്ട്. SFI ശ്രമിക്കുന്നതും ഗവർണർ ശ്രമിക്കുന്നതും മറ്റു വിവാദങ്ങളിൽ നിന്നൊക്കെ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിനു മുൻപ് ഗവർണർക്കെതിരെ നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിച്ച സമയത്ത്, എസ്പെഷ്യലി ഒരു പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ എതിർക്കുന്നതെന്ന് ഇടതുമുന്നണിയാണ്. പക്ഷെ പെട്ടെന്ന് ഗവർണർക്കെതിരാകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് UDF ക്യാമ്പിൽ നിന്നുള്ള ആക്ഷേപം. അല്ല, അവർക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവകാശമുണ്ട്, ഈ പറഞ്ഞ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ നിലയിലുള്ളൊരു ജനാധിപത്യ സമൂഹത്തിനകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. SFIയെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇദ്ദേഹം ഏതെല്ലാം ഘട്ടത്തിൽ തൻ്റെ ചാൻസലർ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലകൾക്കകത്ത് കടന്നു കയറുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നുണ്ടോ? ഇപ്പോൾ ഇതിന് മുൻപ് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സിസ തോമസിനെ കൊണ്ടുവന്ന് വൈസ് ചാൻസലറായിട്ട് ഇരുത്തിയത് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഘട്ടത്തിലൊക്കെ ശക്തമായ സമരവും ശക്തമായ ചെറുത്തുനിൽപ്പും നടത്തിയ കേരളത്തിലെ ഏക വിദ്യാർത്ഥി സംഘടന SFI ആണ്. ഞങ്ങളിത് തുടർന്നു കൊണ്ടുവന്ന് ഈ ഘട്ടമെത്തുമ്പോൾ, ഈ ഘട്ടത്തിൽ ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുന്നത് ഇന്ന് കേരളത്തിൽ ഉയർത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ഞങ്ങൾ കൃത്യമായി സമരം പ്രഖ്യാപിച്ച് എന്തുകൊണ്ടാണ് ഈ സമരം എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് പറഞ്ഞ് ഈ ഘട്ടത്തിൽ ഈ സമരം ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നാടിനോട് സംവദിച്ച് ഈ ഘട്ടത്തിലല്ലാതെ പിന്നെ എപ്പോൾ ഈ ഇടപെടൽ നടത്തുമ്പോൾ, ഈ നിലയിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ അപ്പോൾ ഇങ്ങനെ പുകമറയാണ് എന്നുള്ളൊരു ആക്ഷേപം അവർ ഉയർത്തിയേക്കാം. അതുകൊണ്ട് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് സമരം ചെയ്യാം എന്ന് കരുതാൻ വേണ്ടി തൽക്കാലം ഞങ്ങൾക്ക് കഴിയില്ല. ഇത് ഈ ഘട്ടത്തിൽ നടത്തേണ്ടുന്ന സമരമാണ്. ആ സമരം SFI ഏറ്റെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, എടുത്തുകൊണ്ട് പോടോ ആക്കിയാതോ, എന്താ സംഭവം? അല്ല, അതിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രചരണ ബോർഡുകളും ബാനറുകളും ഒക്കെ ഉയരുന്ന നിലയുണ്ടായി. അപ്പോൾ നേരത്തെ KPCC പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ KPCCയുടെ മറ്റു പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് SFIയുടെ ഏതെങ്കിലും ബാനറിൽ വ്യാകരണ പിശകുണ്ടോ എന്നുള്ള പരിശോധനയിലായിരുന്നു. SFI എവിടെയെങ്കിലും പരിപ്പ് വേവിക്കുന്നതിനകത്ത് ഉപ്പിടാതെയാണോ വേവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഗവേഷണത്തിലൊക്കെ ആയിരുന്നു ചില ആളുകൾ. സ്വാഭാവികമായിട്ടും ബഷീറിനെ കോട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് കിട്ടേണ്ട ആളുകൾക്ക് കിട്ടേണ്ട പോലെ കിട്ടിയിട്ടുണ്ടാവും. ഷോ നടത്തുകയാണോ ഇപ്പോൾ? ഷോയാണെന്നുള്ളൊരു പൊതുവെ വ്യാപകമായ അഭിപ്രായമുണ്ട്. അല്ല, ഇതിൽ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടേത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്. ഞങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങൾ രാഷ്ട്രീയ വിമർശനങ്ങളാണ്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഈ നാടിൻ്റെ മുദ്രാവാക്യങ്ങളാണ്. ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ പറഞ്ഞവർക്ക് പേര്, അല്ലെങ്കിൽ ഈ പറഞ്ഞവർക്ക് വ്യാകരണ പിശക്, അല്ലെങ്കിൽ ബാനർ എഴുതിയിട്ടുള്ള മഷി. ഇവിടെ ഈ പറഞ്ഞ സമരം ചെയ്യുന്ന ആളുകളുടെ അടിവസ്ത്രത്തെ സംബന്ധിച്ച് അടക്കം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് കണ്ടു. ഇവരെ സംബന്ധിച്ച് ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ച് ഇതല്ല വിഷയം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങളുടെ വിഷയം. ബാക്കി പറയുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ നിലവാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് എന്തുമാർക്കും പറയാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ ആ നിലയ്ക്ക് പറഞ്ഞു പോയിക്കൊള്ളട്ടെ എന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര അഗ്രസീവായാണോ കാര്യങ്ങളൊക്കെ കാണുന്നത്? കാരണം
ഈ അപർണ ഗൗരിക്കെതിരെ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ടൊക്കെ അന്ന് ആർഷോ വളരെ പ്രകോപനപരമായ ഒരു പ്രസംഗം നടത്തി എന്ന രീതിയിലാണ് അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇപ്പോഴാണെങ്കിലും ഈ ഷോ നടത്തുന്നു, ആർഷോ ഇപ്പോൾ വലിയ ഷോ നടത്തുകയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഭരണഘടന പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുകയാണ് ആർഷോ. അപ്പോൾ വലിയ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഗൂണ്ടാ നേതാവിൻ്റെ ലെവലിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ പറയില്ലേ പണ്ട് ഈ മസാല പടങ്ങളിലെയൊക്കെ നായകന്മാരിങ്ങനെ വലിയ മാസ് ഡയലോഗൊക്കെ അടിക്കുന്നത് പോലുള്ള ഡയലോഗൊക്കെ ആയിട്ടാണ് ആർഷോ ഇപ്പോൾ എത്തുന്നത്. അല്ല, ഭരണഘടനയെ സംബന്ധിച്ച് ബോധ്യമില്ലാത്ത നിലയിലുള്ള ഇടപെടലുണ്ടാകുമ്പോൾ ഭരണഘടന പഠിപ്പിക്കാനാണ്. ഭരണഘടന പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു ഘട്ടത്തിലും വ്യക്തിപരമായിട്ടുള്ള ഒന്നുമില്ല. ഇത് അഗ്രസീവായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്ന സംഘടനയുടെ നിലപാടുകളാണ്. സംഘടനയുടെ നിലപാടുകൾ അഗ്രസീവ് ആവേണ്ടുന്ന ഘട്ടത്തിൽ അഗ്രസീവായിട്ടുള്ള നിലപാടുകൾ തന്നെ SFI സ്വീകരിച്ച് മുന്നോട്ട് പോകും. അതിനകത്ത് മറ്റ് തർക്കമൊന്നുമില്ല. ഈ അപർണ ഗൗരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായത് ഈ കേരളത്തിലെ ക്യാമ്പസുകൾക്ക് പരിചിതമല്ലാത്ത നിലയിലുള്ള ആക്രമണമാണ്. ഒരു പെൺകുട്ടി ആ ക്യാമ്പസിനകത്ത് സമരസംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന് അവിടെ ഉണ്ടായിരുന്ന മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും തൊഴിലാക്കിയിട്ടുള്ള ഒരു ഗ്യാങ്, ആ രാഷ്ട്രീയ കൂട്ടം, ഈ പറഞ്ഞ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പിന്തുണയോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ കൂട്ടം, അവർക്കെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ പുറത്ത് അതിക്രൂരമാം വിധം ആക്രമിക്കപ്പെട്ടു. ഇപ്പോഴും നിലവിലും ഒരു വർഷത്തിന് മുകളിലായിട്ട് ഈ ഘട്ടത്തിലും ആ കുട്ടിക്ക് ശാരീരിക പ്രയാസങ്ങളുണ്ട്. ആ നിലയിൽ ആക്രമിക്കപ്പെട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലും അത് പൊതുസമൂഹത്തിനകത്ത്, അത് മാധ്യമങ്ങൾ ഒരു നിലയ്ക്കും അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, അപ്പോൾ നേരെ മറിച്ചായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ നിലയ്ക്ക് ഇത് പൂർണ്ണമായും തമസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇതെങ്ങനെ ചർച്ച വരുന്നത്? സ്വാഭാവികം അത് ഉണ്ടായ സ്പോട്ടിൽ ആ വിഷയം അറിഞ്ഞ ആ ഘട്ടത്തിൽ SFI നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ച ഒരു സംസാരത്തിനകത്തെ ഒരു 30 സെക്കൻഡുള്ള ക്ലിപ്പ്, ആ 30 സെക്കൻഡുള്ള ക്ലിപ്പ് ലഭ്യമായ ഘട്ടം മുതലാണ് അവർ ചർച്ച ചെയ്ത് തുടങ്ങിയത്. അപ്പോഴും അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ ആക്രമിക്കപ്പെട്ടതായിരുന്നില്ല ചർച്ച. ആ ആക്രമിച്ച ആളുകളെ തിരിച്ചടിക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എന്ന ആംഗിളിൽ ചർച്ച കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോഴും ആ കൂട്ടർ തയ്യാറായിട്ടുള്ളത്. സ്വാഭാവികമായും ആ നിലയിലുള്ള അക്രമം ഉണ്ടായ ഘട്ടത്തിൽ അതിനോടുള്ള SFIയുടെ അതിനോടുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഇതൊരു വളരെ അഗ്രസീവായി മാത്രം മുന്നോട്ട് പോകുന്ന നിലയിലേക്കൊന്നും സംഘടന പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അതായത് വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഇടപെടലുകളോ അഭിപ്രായ പ്രകടനങ്ങളോ മാത്രം. PM ആർഷോ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മുതൽ തുടർച്ചയായ വിവാദങ്ങൾ, ഒരു വിവാദ നായക പരിവേഷം കൂടിയുണ്ട് PM ആർഷോയ്ക്ക്. എന്താണ് ഈ സംഭവം? ഞാനായിട്ടൊരു വിവാദം ഉണ്ടാക്കിയിട്ടില്ല. ഞാനായിട്ടുണ്ടാക്കിയ ഒരു വിവാദവും ഇല്ല. അല്ലാതെ ഈ വിവാദമൊക്കെ ഉണ്ടാക്കണം നിങ്ങൾ മാധ്യമങ്ങളല്ലേ. അല്ലാതെ നമ്മളായിട്ട് ഒരു വിവാദത്തിനും നിന്നിട്ടുമില്ല. മറ്റു കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇതൊന്നും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഏതെങ്കിലും തരത്തിൽ എനിക്കു നേരെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ നിലയിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊന്നും വ്യക്തിപരമായിട്ട് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. പൂർണ്ണമായും SFIയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ്. സ്വാഭാവികമായിട്ട് അതിനെ പ്രതിരോധിച്ച് പോകുക എന്നുള്ളത്. ഇപ്പോൾ ഈ PM ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി RSSനെതിരെ, അതിൽ ആർഷോ എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ അനുശ്രീയുണ്ട്, അതായത് SFIയുടെ വലിയൊരു നേതൃത്വം വലിയ രീതിയിൽ തന്നെ RSSനെതിരെ പ്രതിരോധം തീർക്കുകയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലതുപക്ഷ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് PM ആർഷോ എന്ന് പറയുന്ന ക്രിമിനലിനെ മറക്കരുത് എന്നാണ്. അല്ല, അതാ പറഞ്ഞേ, പറയേണ്ട ആളുകൾക്ക് എന്തും പറയാം, അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. SFIയെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തേണ്ടുന്ന സമരവുമായി, ഞങ്ങൾ നടത്തേണ്ടുന്ന ഇടപെടലുകളുമായി വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ നിലയിൽ ആക്രമിക്കുന്നുണ്ടെങ്കിലും അത് വ്യക്തിപരമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല, അത് SFIയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും വഴി നടന്നു പോകുന്ന ഒരു PM ആർഷോയാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം പറയില്ലല്ലോ. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. സ്വാഭാവികമായും SFIയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കറിയാം, കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഈ നിലയിലുള്ള ഒരു മുന്നോട്ട് പോക്കിന് ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണ് SFI എന്നുള്ളത്. കേരളത്തിൻ്റെ ഇടതുപക്ഷ ബോധത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് SFI വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സ്വാഭാവികമായും SFIയെ
ഇല്ലാതാക്കിയാൽ SFI ഉന്മൂലനം ചെയ്താലല്ലാതെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷ ആശയങ്ങളെ ഇടതുപക്ഷ മുന്നേറ്റത്തെ തകർക്കാൻ വേണ്ടി കഴിയില്ല എന്ന് നല്ല ബോധ്യമുള്ള ആളുകളാണ് ഈ വിധത്തിൽ SFIയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ച് ഈ സംഘടനയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ഈ സംഘടനയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ 53 വർഷക്കാലം ഈ സംഘടന ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ കേരളത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ കേരളത്തിൽ മാത്രം ഒരു വിദ്യാർത്ഥി സംഘടന 35 പ്രവർത്തകർ കൊല ചെയ്യപ്പെടും. നമുക്ക് എവിടെയെങ്കിലും ലോക ചരിത്രത്തിൽ കാണിച്ചു തരാൻ വേണ്ടി കഴിയും. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് 35 വിദ്യാർത്ഥി നേതാക്കളെ ഇന്ന് നമ്മളെയൊക്കെ നയിക്കേണ്ടിയിരുന്ന നേതൃത്വമാകേണ്ടുന്ന 35 മിടുക്കരായ വിദ്യാർത്ഥികളെ നഷ്ടപ്പെട്ടു പോയി. ഈ ഓരോ ഘട്ടത്തിലും ഈ 35 പേരെ കൊലപ്പെടുത്തുമ്പോഴും ശ്രമിച്ചിരുന്നത് അല്ലെങ്കിൽ അവർ കരുതിയിരുന്നത് ഇതോടുകൂടി ഈ സംഘടന തീർന്നു പോകുമെന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിലൊന്നും പതറാതെ പിന്മാറാതെ ഈ സംഘടന മുന്നോട്ട് പോയിട്ടുണ്ട്. അന്ന് ഈ നിലയിലുള്ള ആയുധങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ഈ 2023 ഇന്ന് സാധ്യമാകുന്ന നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളെ വീണ്ടും മൂർച്ച കൂട്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ആരംഭിച്ച ഒന്നുമല്ല, മുൻകാലങ്ങളിൽ തൊട്ടേ ഉള്ളതാണ്. ആ ആക്രമണങ്ങളെ ഇരുമ്പ് കൊണ്ടുള്ള ആക്രമണങ്ങളെ മൂർച്ചയുള്ള ഇരുമ്പ് കൊണ്ടുള്ള ആക്രമണങ്ങളെ പ്രതിരോധിച്ച് അതിന് കീഴടങ്ങാതെ മുന്നോട്ട് പോയ ഈ സംഘടന ഈ ഘട്ടത്തിൽ നവമാധ്യമ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കരുത്ത് ആ ഘട്ടം മുതലേ ആർജിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ അവർ തുറന്നുകൊള്ളട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. 35 വിദ്യാർത്ഥി നേതാക്കളെ നഷ്ടപ്പെട്ട സംഘടനയാണ് SFI എന്ന് പറയുമ്പോൾ പോലും അക്രമ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ നടത്തുന്ന വിദ്യാർത്ഥി സംഘടന എന്ന ആക്ഷേപം എല്ലായ്പ്പോഴും SFI പേറിയിട്ടില്ലേ? അങ്ങനെ ഒരു പൊതുബോധത്തെ സൃഷ്ടിക്കുന്നതിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വലുതാണ്. 35 സഖാക്കളെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങളിപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു വാക്കുണ്ട്: ഒരമ്മയുടെ കണ്ണുനീരിൻ്റെ മുൻപിലും SFIക്കാരനും തല കുനിച്ച് നിൽക്കേണ്ടുന്ന നിലയുണ്ടായിട്ടില്ല എന്നുള്ളത്. ഈ 35 സഖാക്കളുടെ രക്തസാക്ഷിത്വത്തിന് മുൻപിൽ ഈ 35 സഖാക്കളെ നഷ്ടപ്പെട്ട് കരഞ്ഞ കണ്ണുമായി നിൽക്കുമ്പോഴും SFI പ്രവർത്തകൻ പോലും തിരിച്ചതിന് പകരമായി മറ്റൊരു ജീവൻ, ഇതര വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ഒരാളുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയും ചിന്തിച്ചിട്ടില്ല, ഒരാളുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയും ആയുധവുമായി പോയിട്ടില്ല, ഒരാളുടെയും ജീവൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ മഹത്തായ വിദ്യാർത്ഥി സംഘടന ഇതിൻ്റെ ഓരോ പ്രവർത്തകർക്കും നിരന്തരം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന രാഷ്ട്രീയ ബോധ്യം, രാഷ്ട്രീയ പക്വത. സ്വാഭാവികമായും ആ രാഷ്ട്രീയ ബോധ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം SFI ഓരോ ദിവസവും നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും എന്തെല്ലാം നിലയിൽ ഈ വിദ്യാർത്ഥി സംഘടനയെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഉന്മൂലനം ചെയ്ത് കളയാൻ വേണ്ടി ശ്രമം ഉണ്ടായ ഘട്ടത്തിലും ഇന്ന് 2023 ഈ ഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത് അവരുടെ നേതൃത്വം എന്നുള്ളത് SFI ആണ്. SFI മതി ഞങ്ങൾക്ക് എന്ന് വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന പൊതുബോധങ്ങളിലൂടെയല്ല അവർ SFI അറിയുന്നത്, അവർക്ക് നേരിട്ടറിയാം. അങ്ങനെ SFIയെ നേരിട്ട് അറിയുന്ന, നേരിട്ട് അനുഭവിക്കുന്ന, SFIയെ നേരിട്ട് തൊടുന്ന ആളുകൾക്ക് സംഘടനയെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. ഒരക്രമ പ്രവർത്തനങ്ങളും നടത്തി മുന്നോട്ട് പോകുക എന്നുള്ളതല്ല ഞങ്ങളെ ഈ സംഘടന പഠിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുമായി, അഭിപ്രായങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷേ കായികമായി ആയുധബന്ധിക്കൊണ്ടുള്ള ആക്രമണത്തെ പഠിപ്പിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയല്ല SFI. എന്താണ് ഇനി ചാൻസലർക്കെതിരെയുള്ള അടുത്ത സ്റ്റെപ്പ്? കഴിഞ്ഞോ? യുദ്ധം അവസാനിച്ചോ? അല്ല, ഞങ്ങളിതൊരു മല്യുദ്ധമായിട്ടല്ല കാണുന്നത്, ഞങ്ങളിതിനൊരു സമരമായിട്ടാണ് കാണുന്നത്. ഈ സമരം അവസാനിക്കില്ല, ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. നിലവിൽ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് സമരം വിപുലപ്പെട്ടിട്ടുണ്ട്. RSS വേഴ്സസ് കേരള എന്ന നിലയിലേക്ക് സമരം വിപുലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ RSSനെതിരായിട്ടുള്ള കേരളത്തിൻ്റെ പ്രതിരോധമാകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വം RSSനെതിരെ നിലപാടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ സമരത്തിൽ അണിനിരത്തുക എന്നുള്ളതാണ്, ഈ സമര മുദ്രാവാക്യങ്ങളോടൊപ്പം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് പണിയെടുക്കാനുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ മുഴുവൻ ഈ സമരമുന്നണിയിൽ അണിനിരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ നിലപാടിൽ നിന്നും അദ്ദേഹം പിന്മാറുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ സമരം കടുപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ നന്ദി ആർഷോ, ഇത്രയധികം സമയം സംസാരിച്ചതിന്, നിലപാട് വ്യക്തമാക്കി. താങ്ക് യു.